ഇന്ത്യയിൽ വീണ്ടും പ്രമേഹ രോഗികളുടെ എണ്ണം അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നുവെന്ന് മുന്നറിയിപ്പ്. ഈ അവസ്ഥയിലാണ് തുടരുന്നതെങ്കിൽ 2031 ആകുമ്പോഴേക്കും 1,8585 പേർക്ക് രോഗമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്. രോഗികളുടെ എണ്ണത്തിൽ 11ാം റാങ്കിലായിരുന്ന കേരളം ഇപ്പോൾ 14ാം സ്ഥാനത്താണെങ്കിലും സംസ്ഥാനം പ്രമേഹത്തിന്റെ നിഴലിൽ തന്നെയാണ്. 1990 മുതൽ 2021 വരെയുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക രേഖ ശാസ്ത്രീയമായി പഠിച്ചു വിശകലനം ചെയ്താണ് പഠനം തയ്യാറാക്കിയത്. ഫ്രോണ്ടിയേഴ്സ് ഇൻ എൻഡോക്രൈനോളജി ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ 1990 രാജ്യത്ത് 162 പേർക്ക് മാത്രമാണ് പ്രമേഹം ബാധിച്ചിരുന്നത്. എന്നാൽ 21 വർഷങ്ങൾക്ക് ശേഷം ഇത് 264 ഉയർന്നു. ഓരോ വർഷവും ശരാശരി 0.63% രോഗികളുടെ വളർച്ച. അതേസമയം 1990 കേരളത്തിൽ മാത്രം 1,00,000 ആളുകളിൽ ശരാശരി 215 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ 2021 ആകുമ്പോഴേക്കും ഇത് 284 മാറി. പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി ജീവിതശൈലി ക്രമീകരണങ്ങളും നിലവാരമുള്ള ആരോഗ്യ പരിപാലനവും ഉറപ്പുവരുത്തണമെന്നാണ് പഠനത്തിൽ പറയുന്നത്.